ഗുഡ് ഈവനിംഗ് 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ രാഹുൽ മാങ്കുട്ടത്തിലിനെ പുറത്താക്കി കോൺഗ്രസ്. MLA സ്ഥാനം രാജിവെക്കുന്നതാണ് ഉചിതമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. MLA സ്ഥാനം ഒഴിയുന്നത് രാഹുൽ തീരുമാനിക്കട്ടെ എന്ന് KC വേണുഗോപാലും അടൂർ പ്രകാശും. നേരത്തെ തന്നെ പുറത്താക്കണമെന്നായിരുന്നു തന്റെ നിലപാടെന്ന് രമേശ് ചെന്നിത്തല. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ രാഹുൽ മാങ്കുട്ടത്തിലിന്റെയും പോലീസിന്റെയും തുടർ നീക്കങ്ങൾ നിർണായകം. കീഴടങ്ങൽ സാധ്യത തള്ളാതെ പോലീസ്. കർണാടക അതിർത്തിയോട് ചേർന്നുള്ള ജില്ലകളിലെ കോടതികളിൽ പോലീസിന്റെ നിരീക്ഷണം. രാഹുലിനെ ഒളിവിൽ കഴിയാൻ സഹായിച്ച ഡ്രൈവർ ഉൾപ്പെടെ 2 പേർ കസ്റ്റഡിയിൽ. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെ രാഹുൽ ഹൈക്കോടതിയിലേക്ക്. സത്യമേവ ജയതേ എന്ന് അതിജീവിതയുടെ വാട്സാപ്പ് സ്റ്റാറ്റസ്. രാഹുലിനെതിരായ കോൺഗ്രസ് നടപടി. MLA-യായി സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ 1ാം വാർഷിക ദിനത്തിൽ കോടതിക്ക് മുൻപിൽ പടക്കം പൊട്ടിച്ചാഘോഷവുമായി CPIM പ്രവർത്തകർ. പാലക്കാട് DYFI പ്രവർത്തകരുടെ ആഘോഷം. സത്യത്തിന്റെയും നീതിയുടെയും വിജയമെന്ന് നടി റിനി ആൻഡ് ജോർജ്. ധാർമ്മികതയില്ലാത്ത വ്യക്തിയോട് ധാർമ്മികതയെക്കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യമെന്ന് K മുരളീധരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ രാഹുൽ മാങ്കുട്ടത്തിനെതിരെ നടപടിയെടുത്ത് മുഖം രക്ഷിക്കാൻ കോൺഗ്രസ്. തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകില്ലെന്ന് നേതാക്കൾ. CPIM-ന്റെ രാഷ്ട്രീയ വിമർശനത്തിനും നടപടിയിലൂടെ പ്രതിരോധം തീർത്ത് നേതൃത്വം. രാഹുലിനെതിരായ പരാതികൾ കോൺഗ്രസ് പൂഴ്ത്തിയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. MLA സ്ഥാനം കോൺഗ്രസ് രാജിവെപ്പിക്കണമെന്ന് BJP. നടപടി സ്വാഗതം ചെയ്ത് കോൺഗ്രസിന്റെ വനിതാ നേതാക്കൾ. രാഹുൽ മാങ്കുട്ടത്തിലിനും ഷാഫി പറമ്പിലിനുമെതിരെ ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെ കോൺഗ്രസിന്റെ സംസ്കാര സാഹിതി കോഴിക്കോട് വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയ MA ഷഹനാസിനെ തിരിച്ചെടുത്തു. രാഹുൽ മാങ്കുട്ടത്തിലിനെ പുറത്താക്കിയ കോൺഗ്രസ് നടപടിയിൽ അഭിമാനമെന്ന് ഷഹനാസ് ഫേസ്ബുക്കിൽ കുറിച്ചു. രാഹുൽ മാങ്കുട്ടത്തിലിന്റേത് ഒരു വ്യക്തിയുടെ അപജയമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. കോൺഗ്രസ് ഇതുവരെ എടുത്ത എല്ലാ നടപടികളും ജനങ്ങൾക്ക് മുന്നിലുണ്ട്. ഇനിയും നടപടി സ്വീകരിക്കേണ്ടി വന്നാൽ അതിനും പാർട്ടി തയ്യാറാകും. രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയത്തിൽ തനിക്കെതിരെയും കോൺഗ്രസിൽ നിന്ന് സൈബർ ആക്രമണമുണ്ടായെന്നും രമേശ് ചെന്നിത്തല. രാഹുൽ മാങ്കുട്ടത്തിലിന് സംരക്ഷണം ഒരുക്കുന്നത് കോൺഗ്രസ് എന്ന് AA റഹീം MP. സംസ്കാര സാഹിതി നേതാവ് MA ഷഹനാസിന്റെ ആക്ഷേപത്തിന് ഷാഫി പറമ്പിൽ MP മറുപടി പറയണം. സഹപ്രവർത്തക നേരിട്ട പ്രശ്നത്തിൽ എന്താണ് പറയാനുള്ളതെന്നും AA റഹീം. രാഹുൽ മാങ്കുട്ടത്തിൽ വിഷയത്തിൽ കോൺഗ്രസിന് സംഭവിച്ചത് അബദ്ധമല്ല, ബോധപൂർവമായ വീഴ്ചയെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ്. രാഹുലിനെ കുറിച്ച് പാർട്ടിയിലെ നേതാക്കൾക്ക് അറിവുണ്ടായിട്ടും നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നു. ക്രിമിനലുകളെ പുറത്താക്കി കോൺഗ്രസിനെ ശുദ്ധീകരിക്കണമെന്നും NN കൃഷ്ണദാസ്. രാഹുൽ മാങ്കുട്ടത്തിലിനെ നന്നായി അറിയാമായിരുന്നിട്ടും ഷാഫി പറമ്പിൽ പാലക്കാട്ടുകാരെ വഞ്ചിച്ചുവെന്ന് BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ 24-നോട്. MA ഷഹനാസിന്റെ പരാതി ആദ്യം അറിഞ്ഞത് ഷാഫി പറമ്പിലാണ്. സാഡ് സ്മൈലി ഇട്ട് കൊടുക്കുകയാണ് ഷാഫി ചെയ്തതെന്നും പ്രശാന്ത് ശിവൻ. അതിജീവിതയെ അധിക്ഷേപിച്ചുവെന്ന പരാതിയിൽ തനിക്കെതിരെ എടുത്ത കേസിൽ മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസിനും കത്തുമായി KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ. FIR-ൽ ഉള്ളത് വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണെന്നും രാഷ്ട്രീയ പ്രേരിതമാണെന്നും സന്ദീപ് വാര്യർ. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ 2ാമത്തെ കേസിലും ദേവസ്വം മുൻ പ്രസിഡന്റ് A പത്മകുമാർ പ്രതി. SIT നടപടി. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണം കടത്തിയത് A പത്മകുമാറിന്റെ അറിവോടെ എന്ന കണ്ടെത്തലിന് പിന്നാലെ പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി നീട്ടി. സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീക്കും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S ശ്രീകുമാറിനും മുൻകൂർ ജാമ്യമില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ രേഖകൾ വേണമെന്നാവശ്യപ്പെട്ട് ED മാജിസ്ട്രേറ്റ് കോടതിയിൽ നൽകിയ അപേക്ഷയിൽ വലിയ പിഴവുണ്ടെന്ന് ദേവസ്വം ബെഞ്ച്. PMLA ആക്ട് നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് ED അപേക്ഷയിൽ വ്യക്തതയില്ല. അപൂർണമായ അപേക്ഷയനുസരിച്ച് രേഖകൾ നൽകാൻ കഴിയില്ലെന്നും കാരണം വ്യക്തമാക്കി പുതിയ അപേക്ഷ നൽകണമെന്നും ഹൈക്കോടതി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED-യും NIA-യും വരുമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. അപ്പോൾ കയ്യും കാലുമിട്ട് അടിക്കാതിരുന്നാൽ മതി. സ്വർണ്ണക്കൊള്ള വിഷയമല്ല, ജനങ്ങളുടെ പ്രശ്നങ്ങളിലായിരിക്കണം തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നും സുരേഷ് ഗോപി. ഇപ്പോൾ ഷാഫി പറമ്പിൽ MP മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിലേക്ക് തത്സമയം. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒരു ആക്ഷേപം വന്ന സമയത്ത് തന്നെ ഒരു പരാതിയും വരുന്നതിന് മുമ്പേ
മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും സ്വീകരിക്കാത്ത തരത്തിലൊരു നിലപാട് കോൺഗ്രസ് പാർട്ടി അക്കാര്യത്തിൽ സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടി ഇത് മാറ്റിക്കൊടുക്കുക. അവർ പറയുന്നു കോൺഗ്രസ് പാർട്ടി രേഖാമൂലം പാർട്ടിക്ക് ഒരു പരാതിയും ലഭിക്കുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും അതുപോലെ തന്നെ പാർട്ടിയുടെ അംഗത്വത്തിൽ നിന്നും ശേഷം പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന ഒരു സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അത് ഒരാക്ഷേപം മാത്രം ഉയർന്ന സാഹചര്യത്തിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും കേരളത്തിൽ പ്രത്യേകിച്ച് നിലവിൽ പല ആക്ഷേപങ്ങളും നിൽക്കുന്ന കാലത്തും എടുക്കാത്തൊരു സമീപനം അതിനെ സംബന്ധിച്ച് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു. അതിൻ്റെ ശേഷമാണ് രേഖാമൂലം ഒരു പരാതി പോലീസിൻ്റെ നടപടികൾക്കായി സമർപ്പിക്കപ്പെട്ടതും പോലീസ് നടപടികൾ ആരംഭിച്ചതും. അപ്പോൾ കോൺഗ്രസ് എടുത്ത സമീപനം നിയമപരമായി അക്കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിന് തടസ്സം നിൽക്കാൻ കോൺഗ്രസ് ഇല്ല, നിയമപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ എന്നുള്ള സമീപനമാണ് കോൺഗ്രസ് സ്വീകരിച്ചത്. അതിൻ്റെ ശേഷം പാർട്ടിക്ക് ഒരു പരാതി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പാർട്ടിക്ക് ലഭിച്ച പരാതിയും അതൊരു പാർട്ടി കമ്മിറ്റി അന്വേഷിക്കാനൊന്നും തീരുമാനിച്ചില്ല. DGPക്ക് ആ പരാതി KPCC പ്രസിഡന്റ് തന്നെ ഫോർവേഡ് ചെയ്തു. അതും നിയമപരമായി മുന്നോട്ട് പോട്ടെ എന്നുള്ള നിലപാട് കോൺഗ്രസ് പാർട്ടി സ്വീകരിച്ചു. ഇന്നും ഇന്നലെയൊക്കെയായി കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളെ കണ്ടപ്പോഴും പാലക്കാട് നിന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞ മറുപടി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് കോൺഗ്രസ് ആലോചിക്കുന്നുണ്ട്. കോൺഗ്രസ് അത് ആലോചിച്ചു. അതിന് നേതൃത്വം KPCC പ്രസിഡന്റ് പാർട്ടി നേതൃത്വമായിട്ട് കൺസൾട്ട് ചെയ്തു, പാർട്ടി നേതൃത്വമായിട്ട് തീരുമാനിച്ചു, ഹൈക്കമാൻഡുമായിട്ട് ആലോചിച്ചു. ആ ആലോചിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനവും കോൺഗ്രസ് എടുത്തു. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും പറഞ്ഞു, പാർട്ടിയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇത്തരം കാര്യങ്ങളിൽ എൻ്റെ നിലപാടുകൾക്കില്ല. പരിപൂർണമായും ഞാനൊരു പാർട്ടിക്കാരനാണ്. ഞാനതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ എടുത്ത നടപടികളിലൊന്നും അതിനൊരു തരത്തിലുള്ള വിഘാതം സൃഷ്ടിക്കുന്ന നിലപാടുകൾ ഞങ്ങളാരും കൈക്കൊണ്ടിട്ടില്ല. പാർട്ടി കൂട്ടായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നു, മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും നിലവിലെ സാഹചര്യത്തിൽ ഇത്തരം ആക്ഷേപങ്ങളുടെ കാര്യത്തിൽ എടുക്കാത്ത നയവും സമീപനവും തീരുമാനവും അച്ചടക്ക നടപടിയും കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുണ്ട്. അത് എന്ത് സാങ്കേതികത്വം അതിന് പറഞ്ഞാലും അത് മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അക്കാര്യത്തിൽ കോൺഗ്രസിനെ വിമർശിക്കാനുള്ള ഒരു സാഹചര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപരമായി അടുപ്പത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ വ്യക്തിപരമായി ഉണ്ടായിരുന്നൊരു സൗഹൃദത്തെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവന്നതല്ല. കോൺഗ്രസ് പാർട്ടി വഴി ഉണ്ടായ ബന്ധം തന്നെയാണ്, സൗഹൃദം തന്നെയാണ്. സ്വാഭാവികമായിട്ടും പാർട്ടിയിൽ ചെറുപ്പക്കാർ, പുതിയ തലമുറ കഴിയാവുന്ന ആളുകൾ അവർ വളർന്നു വരുമ്പോൾ അതിൽ രാഷ്ട്രീയമായി ആളുകളെ സംഘടനാപരമായ ആളുകളെ സപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്വം ഞങ്ങളെപ്പോലെ ഉള്ള ആളുകൾക്കുണ്ട്. എന്നാലാണ് ലീഡർഷിപ്പിന് പുതിയ ആളുകൾ കണ്ടിന്യൂറ്റി വരാൻ പറ്റുള്ളൂ. നാളെയാണെങ്കിലും KS യൂത്ത് കോൺഗ്രസ് രംഗത്ത് നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ കൊണ്ടുവരാനുള്ള പരിശ്രമം ഞങ്ങൾ നടത്തുന്നൊരു കാര്യത്തിന് സംശയം വേണ്ട. പക്ഷെ വ്യക്തിപരമായി ഓരോരുത്തരിലേക്കും നമ്മൾ ചൂഴ്ന്നിറങ്ങിയിട്ടില്ല. അവരുടെ രാഷ്ട്രീയത്തെയാണ് നമ്മൾ പിന്തുണക്കുന്നത്, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത്. അവരുടെ സംഘടനാ പ്രവർത്തനത്തെയാണ്, ഓർഗനൈസേഷൻ ഓപ്പർച്യൂണിറ്റീസും അതിൻ്റെ പേരിലുള്ള മറ്റ് അവസരങ്ങൾക്കും ആണ് നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നത്. അല്ലാതെ വേറെ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെയുള്ള സപ്പോർട്ടല്ല നമ്മൾ കൊടുത്തത്. ഞാൻ യൂത്ത് കോൺഗ്രസിനകത്താണെങ്കിലും പാർട്ടിക്കകത്താണെങ്കിലും തെരഞ്ഞെടുപ്പിലാണെങ്കിലും ഒക്കെ ഒരു പുതിയ ഞങ്ങൾക്കൊക്കെ ശേഷം കടന്നു വരുന്ന തലമുറയിൽ ഞാൻ കഴിഞ്ഞ ദിവസം വേറെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, ഇനി ഒരുപാട് ചെറുപ്പക്കാർ വളർന്നു വരുന്നുണ്ട് കോൺഗ്രസ്സിൽ. അത്തരം ആളുകൾക്ക് ഞങ്ങളെ കൊണ്ടാവുന്ന വിധം ഓർഗനൈസേഷനിൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ സപ്പോർട്ടുകൾ ചെയ്യാം. പിന്നെ ഇങ്ങനെ ക്രിമിനലായിട്ടുള്ള ഒഫൻസീവായിട്ടുള്ള പരാതികളോ ആക്ഷേപങ്ങളോ അത്തരം പരാതികളൊന്നും ഇത്തരം ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള പരാതികളോ നടപടിക്ക് വേണ്ടിയുള്ള പരാതികളൊന്നും ആ സമയത്തൊന്നും ഞങ്ങളുടെ വഴിക്ക് വന്നിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞു അതാ ഞാൻ പറഞ്ഞത്. ഞാൻ അത്തരം ഒരു സാഹചര്യത്തിലൊന്നും അയാളുടെ സംഘടനാ പ്രവർത്തനത്തെയാണ്, രാഷ്ട്രീയ പ്രവർത്തനത്തെയാണ് പിന്തുണച്ചിട്ടുള്ളൂ. അതിനാണ് സപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാനതാണ് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് വ്യക്തിപരമായ അത്തരം ഇപ്പോൾ പറയപ്പെടുന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലുള്ള പിന്തുണയല്ല, ഓർഗനൈസേഷനിൽ സംഘടനാ രാഷ്ട്രീയ കാര്യങ്ങളിലുള്ള പിന്തുണയെ കൊടുത്തിട്ടുള്ളൂ. അതാണ് ആ നിലക്കുള്ള അവസരങ്ങൾ പുതിയൊരാൾക്ക് കിട്ടണമെന്നേ ആഗ്രഹിച്ചിട്ടുള്ളൂ. പിന്നെ ഇനിയിപ്പം MLA സ്ഥാനത്ത് തുടരണോ വേണ്ടയോ എന്നുള്ള ചോദ്യം ചോദിച്ചു. കോൺഗ്രസ് എടുക്കേണ്ട
എനിക്ക് പരാതികളായിട്ട് ഞാൻ പറഞ്ഞല്ലോ, പരാതികളായി ഇങ്ങനൊരു ക്രിമിനൽ ഒഫൻസീവ് സ്വഭാവമുള്ള പരാതികളായി രേഖാമൂലം KPCക്കോ ഞങ്ങൾക്കോ അത്തരത്തിലൊരു പർട്ടിക്കുലർ സ്പെസിഫിക് ആയിട്ടുള്ള പരാതികൾ ആയിട്ട് കംപ്ലൈൻ്റ് ആയിട്ട് അത്തരം കാര്യങ്ങൾ ഉയർത്തപ്പെട്ടിരുന്നില്ല. ഇനി എന്താണെങ്കിലും ഞാൻ ഒരു കാര്യം പറയാം, ഇങ്ങനെയൊന്നുമുള്ള നടപടികൾ ഇത്തരം കാര്യങ്ങളിൽ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും എടുത്തിട്ടില്ല. കോൺഗ്രസ് ആസ് എ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എടുക്കാൻ കഴിയാവുന്നതിൻ്റെ എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ എടുത്തു കഴിഞ്ഞു. ആ എടുത്ത പാർട്ടിയുടെ തീരുമാനത്തിൻ്റെ ഗ്രേസിനെ, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കാത്ത നയത്തെ, അതിനെ പരിപൂർണമായി അവഗണിക്കുന്ന തരത്തിൽ ഉള്ള വാർത്തകളാണ് പലപ്പോഴും ഡെവലപ്പ് ആവുന്നതും നിങ്ങൾ കൊടുക്കുന്നതും. ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പം അതിൽ ഇല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു രേഖാമൂലം ഒരു പരാതി, ഇങ്ങനെ ഒരു ക്രിമിനൽ ഒഫൻസീവ് സ്വഭാവമുള്ള തരത്തിലേക്കുള്ള ഒരു പരാതിയുടെ പശ്ചാത്തലങ്ങളല്ല. എന്താണെങ്കിലും പാർട്ടി അതിശക്തമായിട്ടുള്ള നടപടി എടുത്തിട്ടുണ്ട്. പാർട്ടി എടുത്ത നടപടി എനിക്കും ബാധകമാണ്. പാർട്ടി എടുത്ത നടപടി എല്ലാവർക്കും ഒരുപോലെ അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ്, പാർട്ടി നടപടിയും പാർട്ടി തീരുമാനത്തിൽ നിന്നും ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇക്കാര്യത്തിലില്ല. പൂർണ്ണമായും പാർട്ടി നടപടിക്കൊപ്പം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ MP-യുടെ പ്രതികരണം ആ വിഷയത്തിൽ വന്നിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട്, പക്ഷെ ചില കാര്യങ്ങളിൽ ചോദ്യങ്ങൾ നിന്നും ഒളിച്ചോടുന്ന ഷാഫി പറമ്പിൽ നമ്മൾ കണ്ടു. ഏറ്റവും പ്രധാനപ്പെട്ടത് MA ഷഹനാസ് ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ അറിയിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. പക്ഷേ ആ ചോദ്യത്തോട് കൃത്യമായ മറുപടി നൽകാൻ പക്ഷേ ഷാഫി തയ്യാറായില്ല. ഔദ്യോഗികമായിട്ട് തനിക്ക് ആ രീതിയിൽ കൃത്യമായ ചില നോട്ടിഫിക്കേഷൻ നടത്തിക്കൊണ്ടൊരു പരാതിയും തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഒഴിയുകയാണ് ഷാഫി പറമ്പിൽ ചെയ്തത്. പക്ഷേ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു, അത് വാട്സാപ്പ് ചാറ്റ് മുഖാന്തരം സൂചിപ്പിച്ചു എന്നൊക്കെ ഷഹനാസ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും അത്തരം കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തത വരുത്താൻ ഷാഫി പറമ്പിൽ ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല എന്നത് മാത്രം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മുൻപൊരിക്കലും നടത്താത്ത രീതിയിലുള്ള ഒരു പ്രതികരണം ഇപ്പോൾ ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ നടത്തി എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നൽകിയത് സംഘടനാപരമായ പിന്തുണ മാത്രമാണ്, വ്യക്തിപരമായ പിന്തുണയല്ല എന്നാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ നടത്തിയിരിക്കുന്ന പ്രതികരണം. അത് ഏറ്റവും ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഈ വിഷയത്തിൽ ഈ രീതിയിലുള്ള ഒരു പ്രതികരണം ഷാഫി പറമ്പിലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ അപ്പോഴും നേരത്തെ ഷഹനാസ് ഉയർത്തിയ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്താതെ പോവുകയും ചെയ്തു ഷാഫി പറമ്പിൽ എന്നുള്ളതാണ് ചേർത്ത് വായിക്കേണ്ടത്. അല്പസമയം മുൻപാണ് ഷാഫി പറമ്പിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. തുടർച്ചയായ ചോദ്യങ്ങൾ ഉണ്ടായെങ്കിലും അതിനോടൊന്നും കൃത്യമായി പ്രതികരിക്കാൻ ഷാഫി പറമ്പിൽ ഈ ഘട്ടത്തിൽ തയ്യാറായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പാർട്ടി ഒരു നടപടിയെടുത്തു. അത് എല്ലാ പാർട്ടി പ്രവർത്തകർക്കും ബാധകമാണ്, തനിക്കുൾപ്പെടെ അത് ബാധകമാണ്. ആ നടപടിയോട് പൂർണ്ണമായും ഒപ്പം ചേരുന്നു എന്നുകൂടി പറയുകയായിരുന്നു ഷാഫി പറമ്പിൽ MP. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. വളർന്നു വരുന്ന ഒരുപാട് ആളുകളുണ്ട് കോൺഗ്രസിന്റെ ഭാഗത്ത്, പ്രത്യേകിച്ചും യൂത്ത് കോൺഗ്രസിലൊക്കെ. അവർക്കും തന്റെ പിന്തുണയുണ്ട്, സംഘടനാപരമായ പിന്തുണ മാത്രമാണ് അത്. അതുപോലെ തന്നെ പിന്തുണ നൽകുകയായിരുന്നു താൻ രാഹുൽ മാങ്കൂട്ടത്തിലും ചെയ്തത് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ആദ്യമായി ഷാഫി പറമ്പിന്റെ ഭാഗത്തുണ്ടാകുന്നു. വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഞാൻ ഒരു പിന്തുണയും നൽകിയിട്ടില്ല എന്നുകൂടി പറയുന്ന രീതിയിലേക്ക് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണമായി മാറുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിയിൽ നിന്നും നടപടി ഉണ്ടായതിന് പിന്നാലെയാണ് ഷാഫി പറമ്പിലിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. പക്ഷേ നേരത്തെ MA ഷഹനാസ് ഉയർത്തിയ KPCCയുടെ സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറിയായ ഷഹനാസ് ഉയർത്തിയ ആരോപണം, വെളിപ്പെടുത്തൽ, അതിനോട് കൃത്യമായി പ്രതികരിക്കാൻ ഷാഫി പറമ്പിൽ തയ്യാറായില്ല. ഈ കാര്യങ്ങൾ ഒക്കെ ഞാൻ ഷാഫി പറമ്പിലിനെ അറിയിച്ചിരുന്നു എന്നായിരുന്നു ഷഹനാസ് മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ വെളിപ്പെടുത്തൽ. പക്ഷേ അതിന് ഷാഫി പറമ്പിൽ പറഞ്ഞത് ഔദ്യോഗികമായി ആ രീതിയിലുള്ള പരാതി തനിക്കോ പ്രസ്ഥാനത്തിനോ സംഘടനയ്ക്കോ ലഭിച്ചിരുന്നില്ല എന്നാണ്. പക്ഷെ അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു, ഈ കാര്യങ്ങൾ കൃത്യമായി ധരിപ്പിച്ചിരുന്നു, അത് സന്ദേശങ്ങൾ വഴി ധരിപ്പിച്ചിരുന്നു, ഫോണിൽ വഴി ധരിപ്പിച്ചിരുന്നു എന്ന് ഷഹനാസ് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോൾ അതിന് കൃത്യമായി മറുപടി നൽകാതെ പോവുകയായിരുന്നു ഷാഫി പറമ്പിൽ ചെയ്തത്. മിഥില ബാലൻ
കോഴിക്കോട് നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി മിഥില, ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണമാണ് ഷാഫിയിൽ നിന്നും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഉണ്ടായത്. ഏറ്റവും പ്രധാനപ്പെട്ടത് തനിക്ക് താൻ നൽകിയത് സംഘടനാ പിന്തുണ മാത്രമാണ്, സംഘടനാ സംബന്ധമായ പിന്തുണ മാത്രമാണ്, ഒരു നേതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ വളർന്നു വരാനുള്ള പിന്തുണ മാത്രമാണ് നൽകിയത്, പക്ഷേ വ്യക്തിപരമായ പിന്തുണയല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയത് എന്ന് പറഞ്ഞൊഴിയുന്ന ഷാഫി പറമ്പിലിനെ കണ്ടു. അപ്പോഴും ഷഹനാസിന്റെ വെളിപ്പെടുത്തലിൽ ഒരു പ്രതികരണം കൃത്യമായി നടത്തിയതുമില്ലല്ലോ. തീർച്ചയായും പ്രജിൻ, ഷഹനാസിന്റെ പരാതി ഷാഫി പറമ്പിലിനോട് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികളെക്കുറിച്ച് കൃത്യമായി തന്നെ ഷാഫി പറമ്പിലിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷാഫി അത് അവഗണിച്ചു. അതായിരുന്നു ഷഹനാസിന്റെ പ്രതികരണം. എന്നാൽ ഇതിനോട് കൃത്യമായി പ്രതികരിക്കാൻ ഷാഫി പറമ്പിൽ തയ്യാറായില്ല. ഈ സമയത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ സ്വഭാവമുള്ള പരാതിയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും തനിക്ക് ലഭിച്ചിട്ടില്ല. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നത് പേഴ്സണൽ, അതായത് വ്യക്തിപരമായ സൗഹൃദം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതല്ല, രാഷ്ട്രീയത്തിലൂടെ ഉണ്ടായ സൗഹൃദമാണ്, രാഷ്ട്രീയമായ ഒരു പിന്തുണയാണ് നൽകിയത്, അല്ലാതെ വ്യക്തിപരമായ പിന്തുണയല്ല രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയതെന്നും ഷാഫി പറമ്പിൽ പറയുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടി പരാതി കിട്ടിയപ്പോൾ തന്നെ കൃത്യമായി നടപടിയെടുത്തു എന്ന് ഷാഫി പറയുന്നു. മറ്റേത് രാഷ്ട്രീയ പാർട്ടിയും സ്വീകരിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിൽ തന്നെ കോൺഗ്രസ് പാർട്ടി ഇതിൽ പ്രതികരിച്ചു. വ്യക്തിപരമായി ആരിലേക്കും താൻ ചൂഴ്ന്നിറങ്ങിയിട്ടില്ല. സംഘടനാ പ്രവർത്തനത്തിൽ മികവ് കാണിച്ചു. അതായത് ഇപ്പോൾ നിലവിൽ KSU ഉൾപ്പെടെയുള്ള ആളുകൾ, പുതിയ തലമുറ ഉയർന്നു വരുമ്പോൾ അവർക്ക് സംഘടനാപരമായി നൽകേണ്ട പരിഗണന അല്ലെങ്കിൽ അവർക്ക് നൽകേണ്ട സപ്പോർട്ട്, പിന്തുണ, അതാണ് ഞാൻ നൽകിയത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യക്തിപരമായ സൗഹൃദത്തെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്ന് ഷാഫി പറയുന്നു. അതായത് സംഘടനാ തലത്തിൽ വന്നതിന് ശേഷം ആണ് ഷാഫി പറമ്പിലിന് രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, അപ്പോഴും ഷാഫി മറുപടി നൽകേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്ന് രാവിലെ മുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഷഹനാസ് ഉന്നയിച്ച പരാതി. കൃത്യമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്തരത്തിൽ പ്രസിഡന്റ് ആക്കരുത്, രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്നത്, തനിക്ക് ഉൾപ്പെടെ മോശമായ സന്ദേശങ്ങൾ അയച്ചു എന്നതുൾപ്പെടെ ഷാഫി പറമ്പിലിനെ ഷഹനാസ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം നമ്മൾ ചോദിച്ചപ്പോൾ അതിന് കൃത്യമായി മറുപടി നൽകിയില്ല. ഷാഫി പറഞ്ഞ ഒരു കാര്യം എന്നത്, രാഹുലിനെ പരിചയപ്പെട്ട സമയത്ത് അല്ലെങ്കിൽ രാഹുലിനൊപ്പം പ്രവർത്തിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ക്രിമിനൽ സ്വഭാവമുള്ള പരാതി ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല, വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് താൻ ആരെയും ചൂഴ്ന്നിറങ്ങാറില്ല എന്ന മറുപടിയാണ് ഷാഫി പറമ്പിൽ നൽകിയത്. ശരി, മിഥില ബാലനാണ് വിശദാംശങ്ങൾ നൽകിയത്. 100 ന്യൂസിലേക്ക് തിരികെ ഇനി പ്രധാന അറിയിപ്പുകൾ നോക്കാം. കക്കോടി പുതിയങ്ങാടി റോഡിൽ പുതിയങ്ങാടി മുതൽ കുണ്ടുപറമ്പ് വരെ ഗതാഗത നിയന്ത്രണം നടപടി. നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നതിനാൽ നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. കോഴിക്കോട് അണ്ടർ 19 ആൺകുട്ടികളുടെ ഉത്തരമേഖല അന്തർജില്ലാ മത്സരങ്ങൾക്കായുള്ള ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ടീമിന്റെ സെലക്ഷൻ ട്രയൽസ് ഈ മാസം നടക്കും. 2007 സെപ്റ്റംബർ 1 അതിനുശേഷമോ ജനിച്ചവർക്ക് പങ്കെടുക്കാം. ഇന്നു മുതൽ 3 ദിവസത്തേക്ക് വൈകിട്ട് 3-നും 6-നും ഇടയിൽ ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷന്റെ ഓഫീസിൽ രജിസ്റ്റർ ചെയ്യാം. എറണാകുളം കുറുപ്പുംപടി AGM HSSൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10:30. പത്തനംതിട്ടയിൽ SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ അലുമിനിയം ഫാബ്രിക്കേഷനിൽ സൗജന്യ പരിശീലനം ഈ മാസം 10-ന് ആരംഭിക്കും. പരിശീലന കാലാവധി 30 ദിവസം. 18 മുതൽ 49 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. മംഗളൂരു തിരുവനന്തപുരം നോർത്ത് ശബരിമല സ്പെഷ്യൽ ട്രെയിൻ 7 മുതൽ 19 വരെ സർവീസ് നടത്തും. മംഗളൂരു തിരുവനന്തപുരം സ്പെഷ്യൽ ഞായറാഴ്ചകളിൽ വൈകിട്ട് 6-ന് പുറപ്പെട്ട് പിറ്റേന്ന് രാവിലെ 6:30 തിരുവനന്തപുരം നോർത്തിൽ എത്തും. എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പ്രോഗ്രാമിലെ ഡെമോൺസ്ട്രേറ്റർ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ തസ്തികയിൽ ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക്. നോക്കാം ദേശീയ വാർത്തകൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അല്പസമയത്തിനകം ഇന്ത്യയിൽ 23ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള നിർണായക കൂടിക്കാഴ്ച നാളെ. ഇൻഡിഗോ വിമാനങ്ങൾ വൈകുകയും റദ്ദാക്കുകയും ചെയ്ത സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി DGCA. വിമാനങ്ങൾ റദ്ദാക്കിയതിന്റെയും വൈകിയതിന്റെയും വിശദീകരണം തേടി. വടക്കൻ തമിഴ്നാടിന്റെ തീരദേശ മേഖലകളിൽ മഴ തുടരുന്നു. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ചെന്നൈയിലും തിരുവള്ളൂരിലും കനത്ത മഴ. പ്രസാർ ഭാരതി ചെയർമാൻ നവനീത് കുമാർ സെഗ്വാൾ രാജിവെച്ചു. വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം രാജി സ്വീകരിച്ചു. സിനിമാ നിർമ്മാതാവ് AVM ശരവണൻ അന്തരിച്ചു. അന്ത്യം ഇന്ന് രാവിലെ ചെന്നൈയിൽ വെച്ച്. 86 വയസ്സായിരുന്നു. നിരവധി ഹിറ്റ് സിനിമകളുടെ നിർമ്മാതാവാണ്. ഡൽഹിയിൽ വായുമലിനീകരണം ഗുരുതരമായി തുടരുന്നു. വായു ഗുണനിലവാര സൂചിക 300-ന് മുകളിൽ. മലിനീകരണത്തിനെതിരായ നിർദ്ദേശങ്ങൾ പാലിക്കാത്തവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത.
ഭീകര ഗൂഢാലോചന കേസിൽ രാജ്യത്തെ വിവിധയിടങ്ങളിൽ NIA പരിശോധന. ഹരിയാന, ബീഹാർ എന്നിവിടങ്ങളിലായി 22 സ്ഥലങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി റെയ്ഡ് നടത്തി. രാജ്യാന്തര വാർത്തകൾ. ഗസയിൽ ഇസ്രയേലിന്റെ ആക്രമണത്തിൽ 5 പേർ കൂടി കൊല്ലപ്പെട്ടു. ഇസ്രയേൽ സേനയെ ആക്രമിച്ചതിന്റെ തിരിച്ചടിയെന്ന് പ്രതികരണം. ജിറ്റുവ ചുഴലിക്കാറ്റിനെ തുടർന്ന് ശ്രീലങ്കയിൽ മരിച്ചവരുടെ എണ്ണം 465ആയി. 366 പേരെ കാണാനില്ല. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തൂൺഖ്വയിലുണ്ടായ സ്ഫോടനത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ട്. സ്ഫോടനം അഫ്ഗാൻ അതിർത്തിക്കടുത്ത് വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ. ന്യൂ ഓർലിയാൻസിൽ കുടിയേറ്റ നിയന്ത്രണ നടപടികൾ ആരംഭിച്ച് ഡൊണാൾഡ് ട്രംപ്. നടപടി അനധികൃത കുടിയേറ്റം തടയുന്നതിന്റെ ഭാഗമായി. മുൻ യൂറോപ്യൻ യൂണിയൻ വിദേശനയ മേധാവി ഫെഡറിക്ക മൊഗരിനിക്കെതിരെ അഴിമതി ആരോപണം. മൊഗരിനിയെയും കോളേജ് ഓഫ് യൂറോപ്പിലെ ഒരു മുതിർന്ന സ്റ്റാഫ് അംഗത്തെയും യൂറോപ്യൻ കമ്മീഷനിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനെയും കസ്റ്റഡിയിലെടുത്തു. 1 പതിറ്റാണ്ട് മുൻപ് പ്രത്യക്ഷമായ MH370 വിമാനത്തിനായുള്ള ആഴക്കടൽ തിരച്ചിൽ പുനരാരംഭിക്കുമെന്ന് മറൈൻ റോബോട്ടിക്സ് സ്ഥാപനം. മലേഷ്യൻ സർക്കാരുമായി നോ ഫൈൻ നോ ഫീ എന്ന പുതിയ കരാറിൽ ഒപ്പുവെച്ച ടെക്സസ് ആസ്ഥാനമായുള്ള മറൈൻ റോബോട്ടിക്സ് സ്ഥാപനം ഓഷ്യൻ ഇൻഫിനിറ്റിയാണ് തിരച്ചിൽ നടത്തുന്നത്. ബംഗ്ലാദേശിൽ ഭൂചലനം 4.1 തീവ്രത രേഖപ്പെടുത്തി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. 100 ന്യൂസിലേക്ക് വീണ്ടും ബിസിനസ് ന്യൂസ്. ആഗോള ഭൗമ രാഷ്ട്രീയ മാറ്റങ്ങളുടെ ചുവട് പിടിച്ച് സംസ്ഥാനത്തും സ്വർണ്ണവില ചാഞ്ചാട്ടത്തിൽ. ഇന്നലെ ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് രേഖപ്പെടുത്തിയ സ്വർണ്ണവില ഇന്ന് കുറഞ്ഞു. പവന് 160 രൂപ കുറഞ്ഞ് 95,600 രൂപയും ഗ്രാമിന് 11,950 രൂപയുമാണ് ഇന്നത്തെ വില. രൂപ എക്കാലത്തെയും വലിയ തകർച്ചയിൽ. ഇന്ന് ഡോളറിനെതിരെ 90 രൂപ 41 പൈസയിൽ വ്യാപാരം തുടങ്ങിയതിന് ശേഷം നില മെച്ചപ്പെടുത്തി. ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത് 90 രൂപ 29 പൈസ എന്ന നിലയിൽ. കേന്ദ്ര ബാങ്കിന്റെ ധനനയ പ്രഖ്യാപനം നാളെ. രൂപയുടെ മൂല്യത്തകർച്ച പരിഗണിച്ച് പലിശ കുറയ്ക്കൽ വൈകിപ്പിച്ചേക്കുമെന്ന വിലയിരുത്തൽ. 0.5% പലിശ കുറച്ചേക്കുമെന്ന വിലയിരുത്തലിൽ ഒരു വിഭാഗം സാമ്പത്തിക വിദഗ്ധർ. സാമ്പത്തിക ഞെരുക്കത്തിൽപ്പെട്ട പാകിസ്ഥാൻ ദേശീയ വിമാന കമ്പനി വിൽക്കാനൊരുങ്ങുന്നു. ഈ മാസം 23 നടക്കുന്ന തത്സമയ ലേല നടപടികളിലൂടെ PIA വിറ്റഴിക്കാൻ നീക്കം. പാകിസ്ഥാൻ കടക്കുന്നത് 2 ദശാബ്ദത്തിന് ശേഷമുള്ള പ്രധാനപ്പെട്ട സ്വകാര്യവൽക്കരണത്തിലേക്ക്. ഇന്ത്യയുടെ വളർച്ചാ നിരക്ക് പ്രവചനം ഉയർത്തി റേറ്റിംഗ് ഏജൻസി ഫിച്ച്. 2026 വർഷത്തിൽ 7.4% വളർച്ച രേഖപ്പെടുത്തുമെന്ന് പ്രവചനം. സ്പോർട്സ് ന്യൂസ്. ിൽ നടന്ന IPS വേൾഡ് ഓപ്പൺ എക്വിപ്ഡ് പവർ ലിഫ്റ്റിംഗ് സ്പെഷ്യൽ ഒളിമ്പിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 4 വെങ്കല മെഡലുകൾ നേടി സഞ്ജു ഹാരോൾഡ്. നവംബർ 10 മുതൽ 16 വരെ നടന്ന മത്സരത്തിൽ സഞ്ജു മത്സരിച്ചത് പുരുഷന്മാരുടെ 59 കിലോ വിഭാഗത്തിൽ. പ്രീമിയർ ലീഗ് കിരീടപ്പോരിൽ ആധിപത്യം ഉറപ്പിച്ച് ആഴ്സണൽ ബ്രെൻഫോർഡിനെ 2-0 പരാജയപ്പെടുത്തി. ലാലിഗയിൽ അത്ലറ്റിക് ക്ലബിനെ തകർത്ത് റിയൽ മാഡ്രിഡ്. ജയം എതിരില്ലാത്ത 3 ഗോളിന്. ജർമ്മൻ താരം ടിമോ വേർണർ ഇന്റർ മയാമിയിലേക്ക് ചേക്കേറിയേക്കും. താരത്തിന്റെ ഏജന്റും അമേരിക്കൻ ക്ലബും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു. നോക്കാം കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. അർജുൻ അശോകനും ഷറഫുദ്ദീനും ശ്രീനാഥ് ഭാസിയും ധ്രുവനും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഖജുരാഹോ ഡ്രീംസ് നാളെ തിയേറ്ററുകളിലെത്തും. ചിത്രത്തിന് UA സെൻസർ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നത്. മമ്മൂട്ടി വിനായകൻ ചിത്രം കളങ്കാവൽ നാളെ തിയേറ്ററുകളിലേക്ക്. കേരള പ്രീ സെയിലിലൂടെ നേടിയത് 1,25,00,000 രൂപ. സത്യൻ കോമല്ലൂർ രചനയും സംഗീതവും നിർവഹിച്ച് രഞ്ജിത്ത് രാജതുളസി സംവിധാനം ചെയ്ത പുതിയ അയ്യപ്പ ഭക്തിഗാനം ശരണാർത്ഥി പുറത്തിറങ്ങി. ആലാപനം സൂര്യനാരായണൻ. ക്യാമറ റീജിത് പൊന്നേഴ. എഡിറ്റിംഗ് അനീഷ് പടനിലം. ശ്രീനാഥ് ഭാസി നായകനായ പൊങ്കാല എന്ന സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് തുടങ്ങി. ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കി സംവിധാനം ചെയ്യുന്നത് AB ബിനിൽ. ഹരിയാനയിൽ BJP സർക്കാരിനെതിരെ ജനങ്ങൾ പ്രതിഷേധിക്കുന്നു എന്ന രീതിയിൽ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. വോട്ട് ചോരികളെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് പ്രതിഷേധമെന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന പോസ്റ്റിൽ പറയുന്നു. എന്നാൽ വീഡിയോ വ്യാജമാണ്. ലേറ്റസ്റ്റ് ന്യൂസ്. കോട്ടയം തെങ്ങണയിൽ ബസ് വൈദ്യുത പോസ്റ്റിലിടിച്ച് അപകടം. യാത്രക്കാർക്ക് പരിക്കേറ്റു. റോഡ് ഷോ ഒഴിവാക്കി പുതുച്ചേരിയിൽ പൊതുയോഗത്തിന് അനുമതി തേടി പോലീസിന് കത്ത് നൽകി TVK അധ്യക്ഷൻ വിജയ്. കത്ത് നൽകിയത് ഈ മാസം 9 പൊതുയോഗം നടത്താൻ അനുമതി തേടി. മലപ്പുറം മച്ചിങ്ങലിൽ തീപിടുത്തം. ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സ് ഷോപ്പിലാണ് തീപിടിച്ചത്. മലപ്പുറം മഞ്ചേരി പെരിന്തൽമണ്ണ ഫയർ യൂണിറ്റുകൾ ചേർന്ന് തീ അണയ്ക്കുന്നു.
ഒഡീഷയിൽ ഈ വർഷം ഇടിമിന്നലേറ്റ് മരിച്ചത് 92 പേർ. കണക്ക് പുറത്തുവിട്ട് റവന്യൂ ദുരന്തനിവാരണ മന്ത്രി സുരേഷ് പൂജാരി. ബംഗളൂരുവിൽ 1 കോടി രൂപ വിലമതിക്കുന്ന 1000 കിലോയിലധികം രക്തചന്ദനം പിടികൂടി. 3 വാഹനങ്ങൾ കണ്ടെടുത്തു. ഇപ്പോൾ കിട്ടിയത് 300-ലധികം വിമാനങ്ങൾ റദ്ദാക്കി ഇൻഡിഗോ. മുംബൈ, ഹൈദരാബാദ്, ബംഗളൂരു, ഡൽഹി വിമാനത്താവളങ്ങളിൽ പ്രതിസന്ധി. ഝാർഖണ്ഡിൽ വിഷവാതക ചോർച്ച 2 പേർ മരിച്ചു. നിരവധി പേർ ആശുപത്രിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.